അമേരിക്കയും ചൈനയും വീണ്ടും വ്യാപാര യുദ്ധം ആരംഭിക്കുമോ എന്ന ആശങ്ക ശക്തമാകുന്നു. തുടക്കം കുറിക്കുന്നത് ലഹരി മാഫിയ സംഘത്തിനെതിരെയുള്ള തുറന്ന പോരാട്ടമാണെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക ചുങ്കം ഈടാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. കാനഡ, മെക്സിക്കോ ഉൽപ്പന്നങ്ങൾക്ക് 25%, ചൈനയിൽ നിന്നുള്ളവയ്ക്ക് 10% അധിക ചുങ്കവും ചുമത്താനാണ് ട്രംപിന്റെ നീക്കം. ഫെന്റനൈൽ പോലുള്ള മയക്കുമരുന്നുകളും അനധികൃത കുടിയേറ്റവും തടയുന്നതുവരെ കൂട്ടുന്ന തീരുവ നീക്കം ചെയ്യില്ലെന്നും ട്രംപ് പറയുന്നു. ട്രംപിന്റെ നീക്കം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കുമെന്നും പുതിയ വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുമെന്നും വിലയിരുത്തൽ. അനാവശ്യമായ വ്യാപാര യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ലെന്ന് ചൈനയുടെ മുന്നറിയിപ്പ്. തീരുവ കൂട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിനുള്ളിൽ കടന്ന് ചൈന ലഹരി യുദ്ധം നടത്തുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം. ഫെന്റനൈൽ യുദ്ധമെന്നാണ് ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. മാരക മയക്കുമരുന്നായ ഫെന്റനൈൽ എത്തിക്കുന്നതിനു പിന്നിൽ ചൈന എന്നാണ് അമേരിക്ക ആവർത്തിച്ചു പറയുന്നത്. മയക്കുമരുന്നിന്റെ അമിത ഉപയോഗം കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 4 ലക്ഷത്തിലേറെ പേർ യുഎസിൽ മരണപ്പെട്ടുവെന്നും കണക്കുകൾ ഉദ്ധരിച്ച് അമേരിക്ക വ്യക്തമാക്കുന്നു. മുൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ ഭരണകാലത്തെ രഹസ്യാന്വേഷണ മേധാവി സ്റ്റീവ് യേറ്റ്സിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുള്ളതാണ് റിപ്പോർട്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ച് മരിച്ചവരുടെ കൂട്ടത്തിൽ യേറ്റ്സിന്റെ മകളുമുണ്ട്. ഫെന്റനൈൽ എത്തിച്ച് അമേരിക്കയെ അസ്ഥിരപ്പെടുത്താനാണ് ചൈനയുടെ ശ്രമമെന്നും ചൈനീസ് വിദഗ്ധൻ കൂടിയായ യേറ്റ്സ് പറയുന്നു. മയക്കുമരുന്നിന്റെ ഉറവിടങ്ങളെ കണ്ടെത്തി നശിപ്പിക്കണമെന്ന് ചൈനീസ് ഭരണ നേതൃത്വത്തോട് യുഎസ് പലകുറി ആവശ്യപ്പെട്ടിട്ടും ഫലം കാണാതെ പോകുന്നു. ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കും മുമ്പേ ചൈനയിൽ നിന്നുള്ള മയക്കുമരുന്നിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ചൈനയ്ക്കെതിരെ മാത്രമല്ല, മെക്സിക്കോയിലേക്കും കാനഡയിലേക്കുമുണ്ട് ട്രംപിന്റെ പടനീക്കം. ഈ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഫെന്റനൈൽ ലഹരി പദാർത്ഥ നിർമ്മാണശാലകൾ ബോംബുകൾ വർഷിച്ച് തകർക്കുമെന്നും ട്രംപ് ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിലപാട് തന്റെ ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ മാധ്യമത്തിലൂടെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ട്രംപിന് ചരിത്ര വിജയം നേടിക്കൊടുത്തതിനു പിന്നിൽ അനധികൃത കുടിയേറ്റം നിർത്തുമെന്ന വാഗ്ദാനത്തിനും പ്രധാന പങ്കുണ്ട്. മുഖ്യമായും മെക്സിക്കോ വഴിയുള്ള കുടിയേറ്റത്തെയാണ് ട്രംപ് കൂടുതലും എതിർക്കുന്നത്. അമേരിക്കക്കാരുടെ ജോലികൾ മാത്രമല്ല, ഭക്ഷണം പോലും തട്ടിയെടുക്കുന്നവരാണ് മെക്സിക്കോയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ എന്നാണ് ട്രംപിന്റെ ആക്ഷേപം. രാജ്യത്ത് അക്രമവും മോഷണവും നടത്തി സമാധാനം കെടുത്തുന്ന മെക്സിക്കൻ കുടിയേറ്റക്കാരാണ് മയക്കുമരുന്ന് കടത്തിന്റെ കണ്ണികളായി പ്രവർത്തിക്കുന്നതെന്ന് ട്രംപ് അനുകൂലികൾ പറയുന്നു. അനധികൃത കുടിയേറ്റത്തിന് കടിഞ്ഞാണിടാൻ ഏറ്റവും യോഗ്യനായ ആളിനെ തന്നെയാണ് ട്രംപ് തന്റെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുടിയേറ്റ പ്രശ്നത്തിൽ കാർക്കശ്യം പുലർത്തുന്ന ടോം ഹോമനെ ബോർഡർ സാർ തസ്തികയിൽ നിയമിച്ചതിലൂടെ കുടിയേറ്റ വിരുദ്ധരുടെ കയ്യടിയും ട്രംപ് നേടി. ലോകത്തെ അനധികൃത ലഹരിമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം യുഎസ് ആണ്. ഇവിടെ കിട്ടുന്ന ലാഭം മറ്റൊരു വിപണിയിലുമില്ല. ഏഷ്യയിൽ നിന്ന് ഹാഷിഷും ഹെറോയിനും ലാറ്റിൻ അമേരിക്കൻ നാടുകളിൽ നിന്ന് കൊക്കൈനും യഥേഷ്ടം കിട്ടുമെങ്കിലും അമേരിക്ക നേരിടുന്ന ഏറ്റവും മാരകമായ ആപത്ത് ഫെന്റനൈൽ ലഹരിയുടെ അമിതമായ വരവാണ്. ഈ ലഹരിയുടെ ഉറവിടം ചൈനയാണ്. ഫെന്റനൈൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ മുൻഗാമി രാസവസ്തു ജന്മം കൊള്ളുന്നത് ചൈനയിലാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് ഈ രാസവസ്തുവിന്റെ ഉൽപ്പാദനത്തിലും വിപണനത്തിലും ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യാൻ ശക്തരാണ് മാഫിയ സംഘങ്ങൾ. ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫെന്റനൈൽ ലഹരി പദാർത്ഥത്തിന്റെ മുൻഗാമി രാസവസ്തു മെക്സിക്കോയിലാണ് എത്തിക്കുന്നത്. മെക്സിക്കോയിലെ അധോലോക സംഘം ആ രാസവസ്തു ഉപയോഗിച്ച് ഫെന്റനൈൽ ഉൽപ്പാദിപ്പിച്ച് യുഎസിലേക്ക് രഹസ്യമായി കടത്തുന്നു. മെക്സിക്കോയിലെ രാഷ്ട്രീയ നേതൃത്വവും മാഫിയ സംഘങ്ങളുമായുള്ള അടുപ്പവും അറിയാവുന്നതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ലഹരി നിർമ്മാണശാലകളെ ബോംബിട്ട് തകർക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മെക്സിക്കോയിലെ മയക്കുമരുന്ന് സംഘങ്ങളെ ഭീകരവാദ ഗ്രൂപ്പുകളായി പ്രഖ്യാപിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പിലുണ്ട്. ഈ ഭീഷണിയിൽ മാത്രം ഒതുക്കുന്നില്ല ട്രംപ് തന്റെ നയം.
മെക്സിക്കോ, കാനഡ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക നികുതി ചുമത്തുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന എല്ലാ മെക്സിക്കൻ, കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും അധിക താരിഫ് ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ജാനുവരി 20-ന് ട്രംപ് ഒപ്പിടുമെന്നാണ് പ്രഖ്യാപനം. ഇറക്കുമതി ഉൽപ്പന്നങ്ങളിൽ അധിക നികുതി ചുമത്തുന്നതിന് പിന്നിൽ അതിർത്തി സുരക്ഷയും മയക്കുമരുന്ന് നിയന്ത്രണവും ഉറപ്പാക്കുന്നതിനു വേണ്ടി എന്നാണ് ട്രംപിന്റെ വാദം. ഫെന്റനൈൽ പോലുള്ള മയക്കുമരുന്നുകളും അനധികൃത കുടിയേറ്റവും തടയുന്നതുവരെ ഈ തീരുവ നീക്കം ചെയ്യില്ലെന്നും ട്രംപ് പറയുന്നു. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള നിലവിലെ നികുതിക്ക് പുറമെ 10% അധിക നികുതി കൂടി ഏർപ്പെടുത്തുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിലുണ്ട്. അമേരിക്കയിലേക്ക് ചൈന മയക്കുമരുന്ന് അയക്കുന്നതിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ഈ അധിക നികുതിക്ക് കാരണമായി ട്രംപ് പറയുന്നത്. വൻതോതിലുള്ള മയക്കുമരുന്ന്, പ്രത്യേകിച്ച് ഫെന്റനൈൽ പോലുള്ള മാരക മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് അയക്കുന്നതിൽ ചൈനയുമായി നിരവധി ചർച്ചകൾ മുമ്പ് നടത്തിയിട്ടുണ്ട്. അതൊന്നും ഫലം കാണാത്തതുകൊണ്ടാണ് കടുത്ത നീക്കമെന്നും ട്രംപ് പറയുന്നു. മയക്കുമരുന്ന് അയക്കുന്നത് നിർത്തുന്നതുവരെ ചൈനയിൽ നിന്ന് 10% അധിക താരിഫ് ഈടാക്കുക തന്നെ ചെയ്യുമെന്നാണ് ട്രംപ് ചൈനയ്ക്ക് നൽകിയിരിക്കുന്ന താക്കീത്. അതേസമയം US പ്രസിഡന്റ് ജോ ബൈഡനും ഷി ജിൻപിങ്ങും കഴിഞ്ഞ വർഷം ധാരണയിലെത്തിയതിനെ തുടർന്ന് മയക്കുമരുന്ന് കടത്ത് തടയാൻ ചൈന നടപടികൾ സ്വീകരിച്ചതായി ചൈനീസ് എംബസി വക്താവ് ലിയു പെൻഗ്യു പറഞ്ഞു. ഫെന്റനൈൽ പോലുള്ള മാരക മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് ചൈന മനഃപൂർവ്വം അയക്കുകയാണെന്ന ട്രംപിന്റെ വാദത്തെ ചൈന തള്ളി. അതിനിടെ അമേരിക്കയുമായി നേരിട്ട് ഒരു വാക്പ്രയോഗത്തിനില്ലെന്ന് വ്യക്തമാക്കുകയാണ് കാനഡ. ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഫ്ലോറിഡോയിലെ ട്രംപിന്റെ ആഡംബര എസ്റ്റേറ്റിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ വർഷം നടത്തിയ കനേഡിയൻ കയറ്റുമതിയുടെ 3/4 US-ലേക്കായിരുന്നു. 2 ദശലക്ഷം കനേഡിയൻ തൊഴിലുകളാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അതിർത്തി സുരക്ഷയ്ക്കും അമേരിക്കയുമായി പങ്കിടുന്ന അതിർത്തിയുടെ സമഗ്രതയ്ക്കും രാജ്യം ഏറ്റവും മുൻഗണന നൽകുമെന്നാണ് ഇപ്പോൾ കാനഡ സ്വീകരിച്ച നിലപാട്. കാനഡ ബോർഡർ സർവീസ് ഏജൻസിയും അമേരിക്കൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷനും ചേർന്ന് ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന മയക്കുമരുന്നുകൾ അമേരിക്കയിലേക്ക് എത്തുന്നത് തടയാൻ ശ്രമിക്കുമെന്ന് കനേഡിയൻ ഉപപ്രധാനമന്ത്രിയും വ്യക്തമാക്കി. ഫെന്റനൈൽ വ്യാപാരവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ചൈനീസ് ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് ട്രംപിന്റെ ഉപദേശക സംഘം അറിയിച്ചിരിക്കുന്നത്. ട്രംപ് അധികാരമേൽക്കുന്നതിന് പിന്നാലെ തീരുമാനമുണ്ടാകുമെന്ന സൂചനയും ശക്തമാണ്. ചൈനയിലെ പല വമ്പന്മാരും കള്ളപ്പണം വെളുപ്പിക്കുന്നത് മയക്കുമരുന്ന് മാഫിയ സംഘത്തിലൂടെയാണ്. അവരുടെ ഇടപാടുകൾ നടക്കുന്ന ചൈനീസ് ബാങ്കുകൾക്കും ഉപരോധം ഏർപ്പെടുത്താനും നീക്കമുണ്ട്. രാജ്യത്തിന്റെ ദീർഘകാല മാന്ദ്യം, കടബാധ്യതകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ട്രംപിന്റെ നീക്കം ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.